ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ മലയാളമാണ്. ഭാഗം 2 പാഠപുസ്തകം. അതിലെ 5ാമത്തെ യൂണിറ്റിലെ വിരുന്നൊരുക്കാം എന്ന പാഠമാണ്. വിരുന്നൊരുക്കാം എന്നുള്ളതിലെ പാവയൂണ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിലുണ്ട്, പ്ലേലിസ്റ്റിൽ നിങ്ങൾക്കെല്ലാം അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ഈ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്ക് പാവയൂണിൻ്റെ എല്ലാ ചോദ്യോത്തരങ്ങളും പ്രവർത്തനങ്ങളും നോക്കിയാൽ കിട്ടും കേട്ടോ. നെക്സ്റ്റ് നമുക്കുള്ളത് ചോദ്യമാണ്. ചോദ്യത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളുമാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് 5 എന്താണ്? നന്നാവാൻ ഒന്നാവാം, അതിലെ വിരുന്നൊരുക്കാം, അതിലെ 2ാമത് ചോദ്യമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ലൈക്ക് തരിക. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്നതൊന്ന് വായിച്ചു നോക്കാം. സ്നേഹവും സമഭാവനയുമെല്ലാം നമ്മുടെ സംഭാഷണത്തിൽ കടന്നു വരണം. ഉറുമ്പിൻ്റെ ചോദ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നോക്കാം. ചോദ്യം എന്താ? അപ്പം നമ്മുടെ സംഭാഷണത്തിൽ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അതിൽ എന്തൊക്കെ കടന്നു വരണം? സ്നേഹവും സമഭാവനയും എല്ലാം കടന്നു വരണം. ദേഷ്യപ്പെട്ടിട്ടൊന്നും ആയിരിക്കരുത് അല്ലേ? അപ്പോൾ ഇവിടെ ഉറുമ്പിൻ്റെ ചോദ്യത്തിൽ എന്താ സംഭവിക്കുന്നത് നോക്കിയാലോ. അപ്പം ചോദ്യം, എങ്ങോട്ടാണാവോ ഇങ്ങനെ ചാടിച്ചാടി? ഉറുമ്പ് ചോദിക്കുകയാണല്ലേ. എവിടേക്കായി ചാടിച്ചാടി പോണേ? ആരോടാ ചോദിക്കണേ? തവളയോട്. ചാടിച്ചാടി അല്ലാതെ പിന്നെ തുഴഞ്ഞു പോണോ? അല്ല പിന്നെ. അപ്പൊ ചാടിച്ചാടി അല്ലാതെ പിന്നെ തുഴഞ്ഞാണോ പോണ്ടേന്ന് ആരാ ചോദിക്കുന്നത്? തവള. അപ്പോ ഇവിടെ നോക്കൂ. അടുത്ത ഉറുമ്പിന്റെ ചോദ്യം എന്താ? ഈ പറന്നുള്ള പോക്ക് എങ്ങോട്ടാണോവോ? അപ്പൊ ഈ പറവ എന്താ പറയുന്ന? കിളി പറന്നല്ലാതെ നീന്തിപ്പോണോ? ഒരു ചോദ്യം കേട്ടില്ലേ? അപ്പൊ നമുക്കറിയല്ലേ പക്ഷികൾ പറന്നല്ലേ പോളൂ. അപ്പൊ ഈ ഉറുമ്പ് എന്താ ഇങ്ങനെ ചോദിച്ചത്? അപ്പൊ കിളിക്ക് ദേഷ്യം വന്നിട്ടാവല്ലേ കിളി പറയുന്നത് എന്താ? പറന്നല്ലാതെ പിന്നെ ഞാൻ നീന്തിയാണോ പോണ്ടേ? ഒരു ചോദ്യം കേട്ടില്ലേന്ന് ചോദിക്കുകയാണ്. പിന്നെ അടുത്ത ചോദ്യം പാമ്പിനോടാണ്. എങ്ങോട്ടാ രാവിലെ തന്നെ? എങ്ങോട്ടാ രാവിലെ തന്നെ പോണതെന്ന് ഉറുമ്പ് പാമ്പിനോട് ചോദിക്കുന്നു. അപ്പോൾ പാമ്പ് എന്താ പറയണേ? ഈ പാവങ്ങളും ജീവിച്ചു പൊയ്ക്കോട്ടെ, അവൻ്റെ ഒരു അഹങ്കാരം. അപ്പോൾ ഉറുമ്പിനോട് പറയുകയാണ്, ഞങ്ങളും ജീവിച്ചു പൊക്കോട്ടെ, അവൻ്റെ ഒരു അഹങ്കാരം. ഉറുമ്പിൻ്റെ അഹങ്കാരമാണ് കേട്ടോ പറയണത്. പിന്നെന്താ പറയണ? ഹാവു, ഒരാളോടും ഒന്നും ചോദിച്ചൂടല്ലോ, ആരോടും ഒന്നും ചോദിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ആന, കൊടുത്തതേ കിട്ടൂ, വിതച്ചതേ കൊയ്യൂ. അപ്പൊ എന്താ പറയണത്? കൊടുത്തതേ കിട്ടൂ. നമ്മൾ എന്താണോ കൊടുത്തത് അതേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്താൽ, ആളുകളോട് നല്ല രീതിയിലാണ് നമ്മൾ പെരുമാറണമെങ്കിൽ അവരും തിരിച്ച് നല്ലതുപോലെ ആയിരിക്കും അല്ലേ? അല്ല നമ്മൾ അവരെ കളിയാക്കി അല്ലെ അഹങ്കാരത്തോടെ ആണെങ്കിൽ തിരിച്ചും അതുപോലെയുള്ള മറുപടിയെ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അതാണ് ഇവിടെ ആന പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് എഴുതിയിരിക്കുന്നത് NT രാജീവാണ്. ആനക്കാര്യം എന്റെയും കാര്യം എന്നുള്ളതിൽ നിന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി ഇതിന്റെ ചോദ്യോത്തരങ്ങൾ നോക്കാം കേട്ടോ. നോക്കിക്കോളൂ. ചോദ്യങ്ങളിൽ നിന്ന് ഉറുമ്പിന്റെ സ്വഭാവത്തെ പറ്റി എന്തെല്ലാം മനസ്സിലാക്കാൻ കഴിയും? ഉത്തരം, ഉറുമ്പിന്റെ ചോദ്യങ്ങളിൽ നിന്നും അവന്റെ അഹങ്കാരവും മറ്റുള്ളവരോടുള്ള പുച്ഛത്തോടെയുള്ള മനോഭാവവും മനസ്സിലാക്കാം. താനാണ് കേമൻ എന്ന ചിന്താഗതിക്കാരനാണ് ഇവിടെ ഉറുമ്പ്. അപ്പോൾ ഉറുമ്പ് ഇങ്ങനെ ഓരോരുത്തരോടും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണല്ലേ. അതിൽ നിന്ന് എന്താ മനസ്സിലാവണം? അവൻ ഭയങ്കര അഹങ്കാരിയാണ്, മറ്റുള്ളവരോടൊക്കെ പുച്ഛത്തോടുള്ളൊരു മനോഭാവമാണ് അല്ലേ. അവൻ ആരാന്നുള്ളൊരു ഞാനാണ് കേമൻ എന്നുള്ളൊരു ചിന്തയാണ് ഉറുമ്പിനുള്ളത്. സ്നേഹവും സമഭാവനയും അനുഭവപ്പെടുന്ന തരത്തിൽ സംഭാഷണം മാറ്റി എഴുതൂ, കാർട്ടൂൺ തയ്യാറാക്കൂ. അപ്പോൾ ഇതിൽ സ്നേഹവും സമഭാവനയൊക്കെ വരുന്ന രീതിയിൽ നമുക്ക് ഈ സംഭാഷണം മാറ്റി എഴുതണം, കാർട്ടൂൺ തയ്യാറാക്കണം. നോക്കാം. ഉറുമ്പ്, തവളച്ചേട്ടാ എങ്ങോട്ടാണ് ഇത്ര തിരക്കിട്ട് പോകുന്നത്? അപ്പം തവള, ഞാൻ ഭക്ഷണം തേടി ഇറങ്ങിയതാ. അപ്പൊ ഇതിൽ കണ്ടൊരു സ്നേഹമുണ്ട്. തവളച്ചേട്ട എന്നൊക്കെ വിളിക്കുമ്പോൾ ഒരു സ്നേഹമുണ്ട് അല്ലേ. അങ്ങനെ വേണം സ്നേഹത്തോടെ സംസാരിക്കാൻ. അപ്പൊ തവള റിപ്ലൈ കൊടുക്കണു, ഞാൻ ഭക്ഷണം തേടി ഇറങ്ങിയതാ. മര്യാദയ്ക്കുള്ളൊരു ഉത്തരം കൊടുക്കുന്നു അല്ലേ. പിന്നെ ഉറുമ്പ് ചോദിക്കുന്നു, അതെയോ, ഞാനും അതിനിറങ്ങിയതാണ്. ആണോ, ഞാനും ഭക്ഷണം തേടി ഇറങ്ങിയതാണെന്ന് ഉറുമ്പ് പറയുന്നു. അപ്പോൾ ഉറുമ്പ്, ആരിത്? കുരുവി പെണ്ണോ? എവിടേക്കാണ് ഇത്രയും തിരക്കിട്ട് പറക്കുന്നത്? അപ്പൊ പക്ഷിയോട് ചോദിക്കുന്നത് കേട്ടോ. ആരാണിത്? കുരുവി പെണ്ണോ? എവിടേക്കാണ് ഇത്ര തിരക്കിട്ട് പോകുന്നത്? അപ്പൊ കുരുവി, ഞാൻ കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ കുരുവി മര്യാദയ്ക്ക് തന്നെ ഉത്തരം കൊടുക്കുന്നു, ഞാൻ എന്തിനു പോവുകയാണ്? കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ പോവുകയാണ്.
അപ്പോൾ ഉറുമ്പ്, എന്നാൽ സമയം കളയണ്ട, വേഗം ചെല്ലൂ. അപ്പോൾ സമയം കളയണ്ട, വേഗം പോകൂ എന്ന് പറയുന്നു. അപ്പോൾ ഉറുമ്പ് അടുത്തത്, അല്ല ഇത് നമ്മുടെ പാമ്പ് ചേട്ടനല്ലേ, എത്ര നാളായി കണ്ടിട്ട്. എത്രയെന്ന് വേണ്ട കേട്ടോ, ഇവിടെയൊക്കെ ടൈപ്പ് ചെയ്തപ്പോൾ വന്നത് ഇവിടെ ഇത്രേ വേണ്ട, ഇത്ര മതി കേട്ടോ. എത്ര നാളായി കണ്ടിട്ട്, രാവിലെ തന്നെ എങ്ങോട്ടാണ് യാത്ര? ഉറുമ്പ് പാമ്പിനോട് ചോദിക്കുന്നു. അപ്പോൾ ഉത്തരം പാമ്പ്, ഓ യാത്രയൊന്നും അല്ലെന്നേ, ഞാൻ വല്ലതും കഴിക്കാൻ കിട്ടുമോന്ന് അറിയാൻ ഇറങ്ങിയത്. അപ്പോൾ എന്താണ്, യാത്രയൊന്നും അല്ല, വല്ലതും കഴിക്കാൻ കിട്ടുമോന്ന് കിട്ടുമോന്നാക്കുക കേട്ടോ, ഇത് കിട്ടുമോന്ന് നോക്കി ഇറങ്ങിയതാന്ന്, കിട്ടുമെന്ന് അറിയാൻ ഇറങ്ങിയത് പാമ്പ് ഉത്തരം നൽകുന്നു. അപ്പം ഇതുപോലെ നമുക്ക് സ്നേഹത്തോടെയും സമഭാവനയോടെയും എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഉറുമ്പ്, ശരി ചങ്ങാതി, ജോലി നടക്കട്ടെ. അപ്പം ഇങ്ങനെ പറഞ്ഞ് സംഭാഷണം അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.